ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ടിപ്സ് ആൻഡ് ഇൻ ദിസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കിച്ചണിൽ ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൈക്ക് വാങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ വ്ളോഗാണ് കേട്ടോ ഇത്. എന്റെ കണ്ണിന് അലർജി ആയിട്ട് ചൊറിഞ്ഞ് ആ ഒരു ബുദ്ധിമുട്ടായ ഒരു സ്റ്റേജിൽ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പം ഞാൻ പുട്ടും കടലയും ആണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കൊച്ചു കഥ പറയാം. ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല, പോസ്റ്റ് ചെയ്യണം എന്ന് എനിക്കുണ്ട്. അപ്പൊ അത് നമ്മുടെ ലൈഫ് നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ, യൂട്യൂബില്, ഇൻസ്റ്റയില്, ഫേസ്ബുക്കിൽ എവിടെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അതൊരു ഡിജിറ്റൽ ഫുഡ് പ്രിന്റ് ആണ്. അപ്പോൾ അങ്ങനെ ഇത് കിടക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. പക്ഷെ പോസ്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ നമുക്ക് കുക്ക് ചെയ്തുകൊണ്ട് കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പൊ ആദ്യം ഞാൻ എന്റെ കിച്ചൺ കാണിച്ചില്ല. ഞാൻ നല്ല നീറ്റ് ആക്കിയിട്ടിട്ടുണ്ട് കിച്ചൺ. അത് വീഡിയോ ചെയ്യുന്നതുകൊണ്ടല്ല, രാത്രി നീറ്റ് ആക്കിയിടും, രാവിലെ ആകുമ്പോൾ ഇതാവും. നീറ്റായിട്ട് കിടക്കുന്ന കിച്ചൺ. അതെന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗോതമ്പ് പൊടിയെടുത്ത് കുഴച്ച് വെക്കാം. അതുകൊണ്ട് എന്തായാലും നമുക്കൊരു വൈബിന് മറ്റേ കുന്തിരിക്കുമ്പോഴത്തെ സാധനം കത്തിച്ച് വെക്കാം. അതിന് പുക വളക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൂക്കിലടിച്ചാൽ നിങ്ങളെ ചിന്തിക്കും എന്ത് കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമേ പറയാം, എല്ലാവർക്കും ഈ ഒരു കഥ ഇഷ്ടപ്പെടുന്നു, ഈ വീഡിയോ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി കാണുന്നു. എനിക്ക് യാതൊരു ഉറപ്പില്ല. എനിക്ക് എത്രത്തോളം നിങ്ങൾ ഈ വീഡിയോ പിടിച്ചെടുക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് തുടങ്ങാം. അപ്പൊ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ജൂൺ 28-നാണ്. വീഡിയോ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്യും. ചിലപ്പോൾ 2 ദിവസം കഴിയും, ചിലപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യില്ല. പറഞ്ഞില്ലേ, ഒരു 9 വർഷം മുമ്പ് ജൂൺ 28 എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ടൊരു നഷ്ടം സംഭവിച്ച ഒരു ദിവസമാണ്. അപ്പൊ എന്റെ അപ്പൂപ്പൻ മരിച്ചിട്ട് 9 വർഷമായി. അപ്പം അപ്പൂപ്പനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാ. അപ്പൂപ്പൻ HM ആയിട്ട് റിട്ടയർ ആയത്. അപ്പൂപ്പൻ ടീച്ചർ ആയതുകൊണ്ട് തന്നെ അപ്പൂപ്പൻ പഠിപ്പിച്ച ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മുടെ നാട്ടിൽ വന്ന ചോദിച്ചാൽ രവീന്ദ്രൻ സാറിന്റെ മീനാക്ഷി ടീച്ചറിന്റെ വീട് എവിടെയെന്ന് ചോദിച്ചാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. നമുക്ക് പണ്ട് ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നു വീട്ടില്. ട്യൂഷൻ ഭയങ്കര വലിയ ട്യൂഷൻ സെന്റർ പോലെ, കാർപോച്ച്, 2 റൂംസ്, അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ പിള്ളേരുണ്ടായിരുന്നു. അപ്പൂപ്പനും അമ്മയും കൂടിയാണ് ട്യൂഷനൊക്കെ എടുത്തിരുന്നത്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്താൽ കാണാൻ പോകുന്ന കുറച്ച് പേർക്കെങ്കിലും എന്റെ അപ്പൂപ്പനെ അറിയായിരിക്കും. ചിലപ്പോൾ അവരെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ അച്ഛനെയും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അപ്പൂപ്പനെ പറ്റിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പൂപ്പൻ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ലോകം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫാമിലി ആയിരുന്നു. പണ്ട് എവിടെയെങ്കിലും പോണെങ്കിൽ യാത്രകൾ ഭയങ്കര യാത്രയൊന്നുമില്ല. കോവളത്തായാലും കലോത്സവം കാണാനായാലും, പണ്ടൊക്കെ കൊച്ചിലെ അപ്പൂപ്പനും അമ്മയൊക്കെ കലോത്സവം കാണാൻ സ്ഥിരം പോകും. അന്ന് പണ്ട് മാമനും അമ്മയും അപ്പൂപ്പനും അമ്മയും ഇവർ 4 പേരും അപ്പൂപ്പന്റെ ബൈക്കിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അത് അങ്ങനെയൊക്കെ പറഞ്ഞു കിട്ടുന്ന അറിവാണ്. അപ്പം എന്റെ കുഞ്ഞിലെ ഇങ്ങനെ പോയിട്ടുണ്ട് കലോത്സവം കാണാൻ. അതെനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ തീരെ പൊടിയായിരിക്കുമ്പോൾ നമ്മൾ പോയി വെളുപ്പിനൊക്കെയാണ് തിരിച്ചു വരുന്നത്. ഞാൻ കാണുന്ന കാലം തൊട്ടേ അപ്പൂപ്പന്റെ തലമുടി കംപ്ലീറ്റ് വെള്ളയാണ്, കംപ്ലീറ്റ് നരച്ച മുടിയാണ്. അമ്മമ്മയുടെ ഒരു മുടി പോലും നരയ്ക്കാത്തത്. അമ്മമ്മയുടെ അപ്പൂപ്പന് ലവ് മാരേജ് ആയിരുന്നു. അവർ 2 പേരും ഒരു സ്കൂളിൽ വർക്ക് ചെയ്ത് അങ്ങനെ കല്യാണം കഴിച്ചു വരാം. അവർ തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്. ഇത് മാത്രമല്ല, സ്കിൻ ടോണിലാണെങ്കിലും അപ്പൂപ്പൻ കുറച്ചുകൂടെ ഡാർക്ക് സ്കിന്നും അമ്മ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള സ്കിൻ ടോണും ഉള്ള ഒരാളായിരുന്നു. അപ്പൂപ്പൻ അത് നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നോട് പലരും ഈ അപ്പൂപ്പൻ കറുത്തിട്ടാണല്ലേ എന്നുള്ള രീതിക്ക് കളിയാക്കിയൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയും, അപ്പൂപ്പൻ കറുത്തിട്ടാണെങ്കിലും എന്റെ അപ്പൂപ്പന്റെ മനസ്സ് ഭയങ്കര തനിത്തങ്ങാണെന്ന് പറയും. അപ്പൂപ്പൻ ഇങ്ങനെ ബോഡി ഷെയ്മിങ് നേരിട്ടിട്ടുണ്ടോ, പണ്ട് ബോഡി ഷെയ്മിങ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നോട് ഇങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. എന്റെ മറുപടി ഇത് തന്നെയാണ്. ഞാൻ എപ്പോഴും അമ്മയോട് പറയും, പണ്ട് കാലത്ത് ജീവിച്ച് മരിക്കേണ്ടിയിരുന്ന ഒരു മനുഷ്യനല്ല അപ്പൂപ്പൻ. കാരണം അപ്പൂപ്പൻ ഭയങ്കര ഒരു ന്യൂജൻ ആയിട്ട് ചിന്തിക്കുന്ന അങ്ങനത്തെ ഒരാളാണ്. അപ്പൂപ്പൻ ഇന്ന കാലത്ത് ജീവിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നും. നമുക്ക് ജാതിയോ മതമോ അതിനെപ്പറ്റി ഒന്നും ബോധർ ചെയ്യാത്ത അപ്പൂപ്പൻ അമ്മൂമ്മ 2 കാസ്റ്റ് എന്തുവാണ്. അപ്പൂപ്പൻ കാസ്റ്റ് പറയുന്നതോട് എനിക്ക് താല്പര്യമില്ല. അപ്പൂപ്പന്റെ പേര് രവീന്ദ്രൻ നായർ എന്നാണ്. പക്ഷെ അപ്പൂപ്പൻ ജാതി അങ്ങനത്തെ ജാതി സ്പിരിറ്റ് ഒന്നും ഞാൻ എന്റെ വീട്ടിൽ കണ്ടിട്ടില്ല. അവരിവിടെ വന്നു കാഞ്ഞിക്കൽ LPSലാണെന്ന് തോന്നുന്നു. 2 പേരും ഒന്നിച്ച് വർക്ക് ചെയ്ത അപ്പൂപ്പനും അമ്മയും അവിടുന്ന് കല്യാണം കഴിച്ചു. ഈ ഇടയ്ക്ക് ഞാൻ പോയൊരു ഓട്ടോയിലെ മാമൻ എനിക്കിങ്ങനെ അവർ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവിടെയാണ് താമസിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീടൊക്കെ കാണിച്ചു തന്നപ്പോൾ ഇവിടെ വന്ന് വാടകയ്ക്കൊക്കെ താമസിച്ച് പിന്നെ വസ്തുവഞ്ച വീട് വെച്ചതാണ് അപ്പൂപ്പനും അമ്മയും. ഇത് കുറച്ചേരി ഇരിക്കട്ടെ, കുറച്ച് വെള്ളം കൊടുക്കാൻ തോന്നുന്നു. ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കാറാണ് പതിവ്. എനിക്കല്ലാതെ ഗോതമ്പ് കുഴച്ചാല് പുട്ടിന് കുഴച്ചാൽ എനിക്ക് ശരിയാവത്തേയില്ല. അപ്പോഴാണ് എന്റെ അപ്പൂപ്പൻ. ഇപ്പൊ ബോഡി ഷേമിങ് എന്ന് പറയുമ്പോൾ ഞാനും ഒരുപാട് ബോഡി ഷേമിങ് ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഈ പറയുന്നവർക്ക് പറഞ്ഞു കളയാം. ഞാൻ ബോഡി ഷേമിങ് ഫേസ് ചെയ്ത് ഞാൻ എന്റെ സ്ത്രീയും വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടാണ്, എന്നെ നീത്തി എന്നെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് അത് എത്രത്തോളം മോശമാണ് എന്ന് ഈ പറയുന്ന ആർക്കും അറിയില്ല. നമുക്കൊരു മനസ്സുണ്ട്. സത്യത്തിൽ സൗന്ദര്യം ഇരട്ടിത്തുന്ന നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ എന്നെ അങ്ങനെ പറഞ്ഞതിന്റെ ഫ്രസ്ട്രേഷനിൽ ഞാൻ പറയുന്നതൊന്നുമല്ല. ഫീൽ ചെയ്യും, അതെല്ലാവർക്കും ഫീൽ ചെയ്യും. വിഷമം വരും, ഇല്ലെന്നല്ല. പക്ഷെ അതൊട്ട് ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക. എനിക്ക് എന്തൊക്കെ പോരായ്മകളുണ്ട്, എനിക്ക് എന്തൊക്കെ കുറവുകളുണ്ട്, ഞാൻ എങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ആര് സ്നേഹിച്ചതിൽ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്.
അമ്മമ്മ പെൻഷൻ ആവുന്ന സമയത്ത് ഇവർ രണ്ടുപേരും കൂടിയാണ് പെൻഷനൊക്കെ വാങ്ങാനായിട്ട് പോകുന്നത്. ബാങ്കിൽ പോയി പെൻഷൻ വാങ്ങുമായിരുന്നു. അപ്പൊ പോകുന്ന സമയത്ത് അമ്മമ്മയോട് ആരോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മമ്മയുടെ തന്നെ ഒന്നുപോലും നരച്ചിട്ടില്ല അമ്മമ്മ പെൻഷൻ ആകുമ്പോഴും. അപ്പൊ പിന്നെ കംപ്ലീറ്റ് നരയാണ്. കാരണം എനിക്കൊന്ന് ഞാൻ ജനിക്കുന്നതിന് 1 വർഷം മുന്നേ 2 വർഷം മുന്നെയാണ് അപ്പം പെൻഷൻ ആവുന്നത്. അമ്മയത്തേക്കും എന്നെ അച്ഛൻ കൂടെ വന്നില്ലേന്ന് ചോദിക്കും. അപ്പൊ അമ്മ ഇല്ലാന്ന് പറഞ്ഞിട്ടങ്ങ് വരും. അമ്മ മാറ്റി പറയാനോ അങ്ങനെ നിൽക്കില്ല. പിന്നെ അപ്പൂപ്പന്റെ ക്യാരക്ടർ അനുസരിച്ച് അപ്പൂപ്പന് ഒന്നും തന്നെ ഏൽക്കാത്തൊരു സ്വഭാവമാണ്. അതായത് എന്ത് പറഞ്ഞാലും അപ്പൂപ്പന് നെവർ മൈൻഡ് ആണ്. ഇപ്പൊ ഞാൻ അപ്പൂപ്പന്റെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൂപ്പനെ മക്കളെ കണ്ടും മാമ്പൂ കണ്ടും നമ്പരുത് എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലില്ലേ, ആ പഴഞ്ചൊല്ലി ഭയങ്കരമായിട്ട് അപ്പൂപ്പൻ വിശ്വസിക്കുന്ന ഒരു ടൈപ്പാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൂപ്പൻ പണ്ടല്ല ഒരു മരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അവര് മറ്റേ രക്തഹാരമായിട്ട് കല്യാണം കഴിച്ചവരാണ്. ഞാൻ അപ്പൂപ്പന് ഭയങ്കര അറ്റാച്ച്ഡ് ആവുന്നത്. ഞാൻ ബിടെക് കഴിഞ്ഞിട്ട് ഒരു ജോലിയില്ലാതെ വീട്ടിൽ 1.5 വർഷം നിന്നിട്ടുണ്ടായിരുന്നു. ഒന്നും അപ്ലൈ ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ആ സമയത്താണ് ഞാൻ അപ്പൂപ്പനുമായിട്ട് കുറച്ചുകൂടെ അടുക്കുന്നത്. അതുവരെ അപ്പൂപ്പൻ ഞാൻ ഇങ്ങനെ ക്ലബിലെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അപ്പൂപ്പന് ഇഷ്ടമല്ല. അപ്പൂപ്പൻ വഴക്ക് പറയും. അപ്പം പഴയ സിനിമകളൊക്കെ ഭയങ്കരമായിട്ട് കാണും. ഞങ്ങൾ അപ്പൂ അമ്മ എന്നാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പം ബോക്സ് ഒക്കെ ട്രാക്കിന്റെ മേളിൽ ബോക്സ് ഒക്കെ വെച്ചിട്ടാണ് അപ്പം സിനിമ ഉണ്ട്. അപ്പൊ റോഡിൽ കൂടെ പോകുന്നവർക്ക് ഒരു നമ്മുടെ വീട്ടിൽ ഏത് സിനിമയാണോ ഓടുന്നത് അറിയാം. അപ്പം കിടക്കുന്ന റൂമിൽ തന്നെ ഒരു ചെറിയ ടിക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ തന്നെ എഴുന്നേറ്റുന്ന സിനിമ ആണ്. അപ്പൊ 2010 തോന്നുന്നു. അപ്പൊ ഒരു സർജറി ചെയ്യുന്നത് ഞാൻ അഡ്മിഷനായി പോകുന്നതിന് തൊട്ട് മുന്നേ അപ്പൂപ്പന് ഹെർണിയയുടെ ഓപ്പറേഷൻ ആയി. അപ്പൊ അപ്പൂപ്പന് ഓപ്പറേഷൻ ഭയങ്കര പേടി. അപ്പൂപ്പന് ഇഷ്ടമില്ല ചെയ്യാൻ, പക്ഷെ അപ്പൂപ്പന് ഭയങ്കര പെയിനായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ സർജറി ചെയ്യുന്നത്. മെഡിക്കൽ കോളേജിലായിരുന്നു സർജറി. അവൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു സർജറിക്ക് ശേഷം അപ്പൂപ്പൻ ഭയങ്കര വീക്കായി. അപ്പൂപ്പൻ മെലിയാൻ തുടങ്ങി. നല്ല മെലിഞ്ഞു. പക്ഷെ വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും 2014 വരെ വലിയ പ്രശ്നമില്ലാതെ പോയി. പിന്നെ എല്ല് തേയ്മാനമൊക്കെ വന്നിട്ട് ഭയങ്കര വേദന. അപ്പോൾ ഹാർട്ടിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനിടയ്ക്ക് എപ്പോഴും ഒരു ചെറിയ അറ്റാക്ക് പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഷുഗർ പ്രഷർ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. മരിക്കുമ്പോഴേ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഞാൻ സഹിച്ചില്ലായിരുന്നു. അതിന് ഭയങ്കര എല്ല് തേയ്മാനായിട്ട് ഫുള്ള് ഞരമ്പൊക്കെ ഇങ്ങനെ പടച്ച് കൈയൊക്കെ ഭയങ്കര വേദനയായിരിക്കും. രാത്രി ഒന്നും ഉറങ്ങില്ല. അതൊക്കെ ഒരു 2014 സമയത്താണ്. അപ്പൊ കുറച്ചു നാൾ എഴുന്നേക്കാനൊക്കെ നടക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. അപ്പൊ നമ്മൾ തന്നെ ഒരാൾ പിടിച്ച് എഴുന്നേപ്പിച്ച് ടോയ്ലറ്റിൽ കൊണ്ടുപോവുക, എഴുന്നേപ്പിച്ചിരുത്തുക, അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ ആ സമയം ഞാൻ ഇപ്പം ചിന്തിക്കുന്നത് അതെനിക്ക് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടാണ്. എന്റെ അപ്പനെ എനിക്ക് അങ്ങനെ ഒരു കുട്ടിയെ പോലെ നോക്കാൻ പറ്റിയത്. ഞാൻ ജോലി ഇല്ല നിന്ന സമയം ആയതുകൊണ്ടാണ്. കാരണം അമ്മ ഇപ്പൊ ജോലിക്ക് പോകുന്നുണ്ട്. അമ്മമ്മ പെൻഷനെ വീട്ടിലുണ്ട്. പക്ഷെ അമ്മയെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും പറ്റില്ല. കുറെ നാൾ എനിക്ക് അപ്പൂപ്പനെ നോക്കാൻ പറ്റും. അപ്പൊ ആ ടൈമാണ് ഞാനും അപ്പൂപ്പനായിട്ട് ഭയങ്കര ഒരു ബോണ്ട് വരുന്നത്. അപ്പൊ ഞാൻ തന്നെ ടോയ്ലറ്റിൽ കൊണ്ടുപോകും, ഞാൻ തന്നെ പിടിച്ച് എഴുന്നേപ്പിച്ചിരുത്തും. അപ്പൊ അമ്മ കിടക്കുന്നതിന് മുമ്പ് അമ്മ കയ്യിലെല്ലാം ചൂട് പിടിച്ചു കൊടുക്കും. അപ്പൊ ചൂടിന് ആശ്വാസത്തിൽ ഒരു 4 മണിക്കൂറൊക്കെ അപ്പം കിടക്കും. ഒരു 1:30-2 മണിയാകുമ്പോൾ എഴുന്നേച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. വിളിക്കൂല, ആരെയും ശല്യം ചെയ്യൂല, ആരെയും ബുദ്ധിമുട്ടിക്കുന്നത് ഇഷ്ടമില്ലാത്തൊരു മനുഷ്യനാണ്. എന്തും സ്വന്തമായിട്ട് ചെയ്യണം. കുഞ്ഞു പിള്ളേരെ പോലെയാണ്. 6-60 ഒരുപോലെയാണെന്ന് പറയുമ്പോൾ. അപ്പൊ പിന്നെ ഷുഗറൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഐസ്ക്രീം ഒക്കെ കഴിക്കും. അപ്പൊ ഞങ്ങൾക്ക് നമ്മൾ ഈ എന്താണ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്ന അപ്പൂപ്പൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അപ്പൂപ്പൻ ഇതൊക്കെ നമ്മൾ വാങ്ങിയപ്പോൾ എനിക്കും വാങ്ങണമായിരുന്നു, ഇത് എവിടെ നിന്ന് വാങ്ങിയതാന്ന് ചോദിക്കും. അപ്പൊ പിന്നെ നമ്മള് അപ്പൂപ്പനും കൂടി കൺസിഡർ ചെയ്ത് വാങ്ങും. ഐസ്ക്രീം വാങ്ങിച്ചാലും ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും കുട്ടി പോലെ ഞങ്ങൾ അപ്പൂപ്പനായിരിക്കും ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൂപ്പന്റെ ഒരു ഇന്നസെൻസ് അതൊക്കെ കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൂപ്പൻ ഇങ്ങനെ വയ്യാതായി തുടങ്ങിയ കാലം മുതൽ നമുക്കുള്ള ആകെ ഒരു ടെൻഷനാണ് അപ്പൂപ്പൻ എന്തെങ്കിലും സംഭവിക്കുക. കാരണം നമ്മുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് അപ്പൂപ്പനും അമ്മമ്മയിലും ഭയങ്കര ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ലൈഫായിരുന്നു. അമ്മയ്ക്ക് അപ്പൂപ്പൻ ഭയങ്കര ജീവനാണ്. അപ്പൂപ്പൻ അമ്മമ്മയെ പ്രണയിച്ച് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാലും അവർ തമ്മിലുള്ള സ്നേഹം ഭയങ്കരമാണ് കേട്ടോ. നമ്മൾ കൊതിക്കും നമുക്ക് അങ്ങനെ ഒരു ലൈഫ് പാർട്ട്ണർ വേണം എന്ന്. പിന്നെ നമുക്ക് മനസ്സിലാവും അപ്പൂനെ പിന്നെ അപ്പു മാത്രമേ ഉള്ളൂ. ആ സമയത്തൊക്കെ നമ്മൾ നാട്ടിൽ പോകും. അമ്മമ്മയുടെ തറവാടുണ്ട്. അങ്ങനെ പോകുമ്പോൾ അപ്പൂപ്പൻ വരത്തില്ല, അമ്മയും വരും തോന്നുന്നു. ആ സമയത്ത് അമ്മയ്ക്ക് ജോലിയില്ല. അമ്മയ്ക്ക് സ്ത്രീക്ക് 2.5 വയസ്സാകുമ്പോഴാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ വെക്കേഷൻ ടൈം ആകുമ്പോൾ നാട്ടിൽ പോകുമ്പോൾ അമ്മമ്മ കുറച്ചുകൂടെ അമ്മമ്മയുടെ സഹോദരങ്ങളൊക്കെ ആയിട്ട് അറ്റാച്ച്മെന്റ് കൂടുതലാണ്. അപ്പൂപ്പനും അറ്റാച്ച്മെന്റ് ഇല്ലെന്നല്ല, പക്ഷെ അമ്മമ്മ ഇല്ലാണ്ട് അപ്പൂപ്പൻ എങ്കിലും പോയില്ല. ഇനി അമ്മമ്മയാണ് പോകുന്നത് നാട്ടില്. അപ്പൂപ്പൻ പോകാറില്ല. ആ സമയത്ത് നമ്മുടെ വീട്ടിൽ കാണുമല്ലോ. അപ്പൂപ്പൻ TV ഇടില്ല, നേരം വേണം ഭക്ഷണം കഴിക്കില്ല, സംസാരിക്കില്ല. അമ്മയുടെ അവസാനം അമ്മയത്ര അമ്മ പെട്ടെന്ന് നന്നേ പറ്റും. ഇങ്ങനെ അപ്പൂനെ ഒറ്റയ്ക്കാക്കാൻ പറ്റും. വീട് ഉറങ്ങി കണക്കാണ്. അപ്പൂ ഇടയ്ക്കിടയ്ക്ക് ഇവരെ വിശ്വാസം മാത്രമേ കാണും. അപ്പൊ നമുക്ക് മനസ്സിലാവും അപ്പൊ നമ്മൾ തിരിച്ചു അമ്മമ്മ വഴക്ക് പറയും, അപ്പൂനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകരുത്, അപ്പൂനത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അപ്പു TV ഇട്ടില്ലെങ്കിൽ അപ്പൂന് എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ വയ്യായികയാണോ എന്നൊക്കെ ആലോചിച്ച് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും, മാനസിക വിഷമാണ്. അപ്പൂന് വയ്യാതായപ്പോ തൊട്ടേ നമുക്ക് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി തുടങ്ങി, എന്തെങ്കിലും സംഭവിച്ചു പോവോ അങ്ങനെയൊക്കെ നമുക്കൊരു പേടിയാണ്. അപ്പൊ നമ്മളിങ്ങനെ പറയും നമുക്ക് ഇവരില്ലാതെ ജീവിക്കാൻ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് അങ്ങനെ ലോകത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റൂല. അപ്പൊ ഇടയ്ക്ക് ഇപ്പൊ മലർവാടി കല്യാണ മണ്ഡപത്തില് മാനേജറായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അപ്പൊ ഇതൊരു കുറച്ച് എനർജി വന്ന പോലെ വീട്ടിൽ തന്നെ ചടഞ്ഞിരിക്കണ്ടല്ലോ. അപ്പം വണ്ടി വരും. അന്ന് രാജേഷ് ചേട്ടനാണ് അപ്പൂപ്പന്റെ ഡ്രൈവറായിട്ടുള്ളത്. അതൊരു ഒമിനി ആയിരുന്നു. വീട്ടിൽ വരും, കൊണ്ടാക്കും. അങ്ങനെയാണ്. പിന്നെ ആ വണ്ടി നമ്മൾ ഫ്ലവർ ഷോ കാണാനും കടൽ കാണാനും ഒക്കെ പോകുമായിരുന്നു. പിന്നെ തീരും വയ്യാണ്ടതിന് ശേഷമാണ് അപ്പൂപ്പൻ അങ്ങനെ പോകുന്ന ആ ജോലി നിർത്തിയത്. എല്ലാവരും എടുത്തൊരു ഫോട്ടോ ഉണ്ട്, അത് ഞങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം.
പക്ഷെ അപ്പൊ ഞങ്ങൾ ഭയങ്കര വയ്യായ ബുദ്ധിമുട്ടിന്റെ മുതലിന് അവസ്ഥ നിൽക്കുമ്പോഴൊന്നും അല്ല കേട്ടോ അപ്പൊ ഞങ്ങളെ വിട്ടിട്ട് പോകുന്നത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നേ, അപ്പൊ പിന്നെ വയ്യാണ്ടാവുന്ന സമയത്തൊക്കെ അപ്പൊ പിന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ എങ്ങനെ ജീവിക്കും? അമ്മോ ഇവർക്ക് ആദ്യം ആർക്കെന്ത് സംഭവിച്ചാലും നമുക്ക് ആത്മഹത്യ, നമുക്ക് അവരില്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അത്രയും അവരിൽ ഡിപ്പെൻഡന്റ് ആയിരുന്നു എന്നുള്ളതാണ്. മെന്റലി നമുക്ക് അവരുടെ പ്രസൻസ് ഇല്ലാതെ ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം മരിക്കുന്ന സമയത്ത് അപ്പം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം മരിക്കുന്ന ജൂൺ 28, 2017 ആ സമയം ഞാൻ പ്രഗ്നന്റ് ആണ്. അപ്പൊ ഇതിനിടയ്ക്ക് എന്റെ കല്യാണം കഴിയുന്നു, ഞാൻ പോകുന്നു. കുറച്ച് പേർക്കെങ്കിലും അറിയാം എന്റെ ലവ് മാരേജ് ആണ്. അപ്പൊ അപ്പൊ ഞാൻ അമ്മയെ കാണാനും വീടുമായിട്ട് എനിക്ക് ഒട്ടും ആക്സസ് ഇല്ലാത്ത ടൈമാണ്. 2017 ജൂൺ 28 എന്ന് പറയുമ്പോൾ എനിക്ക് 32 വീക്സ് കംപ്ലീറ്റ് ആയി നിൽക്കുന്ന ഒരു സമയമാണ്. പിന്നെ ആരെങ്കിലുമൊക്കെ പക്ഷേ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ നമ്മൾ ലൈഫ് മുന്നോട്ട് പോകുന്നു. ഇടയ്ക്ക് വെച്ച് ഞാൻ അപ്പൊ പിന്നെ അമ്മയും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ വലിയ പ്രശ്നമൊന്നും. ആ സമയത്ത് അമ്മയ്ക്കാണ് ഷുഗർ കൂടിയിട്ട് ആകെ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് നിൽക്കുന്നത്. നമുക്ക് എപ്പോഴും നോക്കണം ഭയങ്കര റയർ പീസാണ്. അപ്പൊ പിന്നെ അമ്മയോടുള്ള സ്നേഹം അപ്പൊ ഒട്ടും ബോധമല്ല ആരെ പറ്റി. അപ്പൊ പറയുന്നത് നമ്മള് ജനിച്ചാൽ ഒരിക്കൽ മരിക്കും. അതിനിടയ്ക്ക് നമ്മൾ തലയിലെഴുത്ത് പോലെയാണ് എല്ലാം സംഭവിക്കുന്നത്. അപ്പൊ പിന്നെ അത്രയും വയ്യാതായിരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് അപ്പന്റെ കൂടെ നിൽക്കാൻ പറ്റും. ഈ വയ്യായി പിന്നെ ഞാൻ പോയതിനു ശേഷം അപ്പൊ വന്നിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. അപ്പൊ മരിക്കുമ്പോഴും ഒന്ന് വയ്യ, വീൽ ചെയറൊക്കെ മാമ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു, നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. അതല്ലാതെ വേറെ ഒരു യാതൊരുവിധ പ്രശ്നമില്ല. അപ്പൊ അമ്മയ്ക്ക് വയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. തിരിച്ചാണ് ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അപ്പൻ ഇത് സർവൈവ് ചെയ്യില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് അമ്മയ്ക്ക് എന്തെങ്കിലും ആദ്യം സംഭവിച്ചാൽ അപ്പൊ പിന്നെ ഒട്ടും ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യില്ല. അപ്പൊ ഞങ്ങൾക്ക് ഉറപ്പുള്ള അത്രയ്ക്കും അറ്റാച്ച്ഡ് ആണ്. അമ്മയെ പിന്നെ നമുക്കവിടെ പിടിച്ചെടുത്താൻ പറ്റും. അമ്മ മക്കളിലും കൊച്ചുമക്കളിലും കുറച്ചുകൂടെ സ്നേഹം ഇൻവെസ്റ്റഡ് ആണ്. അപ്പൊ നമുക്ക് അപ്പൊ പിന്നെ ഒട്ടും പകരം ആവില്ല. പക്ഷെ നമുക്ക് അമ്മയെ സ്റ്റേ ബാക്ക് ചെയ്യിക്കാൻ പറ്റും. അപ്പൊ കംപ്ലീറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മൊത്തം അമ്മയിലാണ്, ഡിപ്പെൻഡന്റ് ആണ്. അമ്മയായിട്ട് അമ്മ വീട്ടിൽ പോകുമ്പോഴേ ഈ ഒരു അവസ്ഥയാണെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പൊ പിന്നെ അത് സർവൈവ് ചെയ്യില്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ ജൂൺ 27 ഹസ്ബൻഡ് വീട്ടിലാണ് ഞാൻ. നൈറ്റ് നമുക്ക് വരാൻ പോകുന്നതിനെ പറ്റി പ്രകൃതി ഒരു സൂചന തരും എന്നൊക്കെ പറയുമ്പോൾ എന്തോ അന്ന് ഭയങ്കര ഒരു മൂടി കെട്ടിട്ട അവസ്ഥയായിരുന്നു. ജൂൺ 27 ഒരു വൈകുന്നേരം ആയപ്പോഴത്തേനും ഹസ്ബൻഡ് വീടിന്റെ അവിടെ ഉള്ള ഒരു സ്പെയർ പാർട്ട് ഷോപ്പിന് തീ പിടിക്കുന്നുണ്ട്. തീ പിടിച്ചിട്ട് ഫുൾ കംപ്ലീറ്റ് കറണ്ട് കട്ടായി. ഇപ്പൊ രാത്രി 12-1 മണിയൊക്കെ ആയി തോന്നുന്നു കറണ്ട് വന്നപ്പോ ഒന്ന് എഴുകുതിരിയും കത്തിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാനും ഹസ്ബൻഡും കൂടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് വയ്യ, ഷുഗർക്ക് കൂടുതലാണ്, ജ്യോതിദേവിന്റെ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നോക്കിയാണല്ലോ, അപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അപ്പൊ നോക്കിയാണ്. അപ്പൊ അമ്മയെ പറ്റിയാണ് യാതി ആകെ ഒരു നെഗറ്റീവ് വൈബാണ് എനിക്ക് ഭയങ്കര. രാവിലെ ഒരു 6 മണി അടുപ്പിച്ചാവും. പെട്ടെന്ന് എനിക്കിങ്ങനെ ഭയങ്കര പെയിനില്ല, നമുക്ക് ഒരു ലൂസ് മോഷൻ ടെൻഡൻസി പോലെ വന്നിട്ട് വയറ് ഭയങ്കരമായിട്ട് വേദന വന്നു. അപ്പം ഞാൻ ചാടി എഴുന്നേറ്റ് 6 മണിയപ്പോൾ. സാധാരണ ഞാൻ നല്ല ലേറ്റ് ആയിട്ടാണ് എഴുന്നേക്കുന്നത്. മനസ്സിന്റെ അവസ്ഥ ഭയങ്കര എന്തോ ഒരു നെഗറ്റീവ് വൈബ് പോലെ, ഒന്നും ഓർക്കാൻ വരുന്നില്ല. 6:45 ആണെന്ന് തോന്നുന്നു എന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഫോൺ എടുക്കുമ്പോൾ ശ്രീയാണ് അപ്പുറത്തെ സൈഡില്. ചേട്ടന്റെ കൊടുക്കുക എന്നുള്ള രീതിക്ക് ശ്രീ സംസാരിച്ചു. ശ്രീയുടെ സ്വരം ഇടയിരിക്കുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷെ ഞാൻ ചിന്തിക്കുന്നില്ല അപ്പനാണ് പോയത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആ ഒരു നെഗറ്റീവ് വൈബ് ചുറ്റിലുണ്ടെന്നപ്പോ ഞാനത് എക്സ്പെക്ട് ചെയ്തു. ഫോൺ കൈമാറി പിന്നെ ബാക്കിയൊന്നും ഞാൻ കേൾക്കുന്നില്ല. ഞാൻ കരച്ചു. ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞു അപ്പനെ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ബോധം കെട്ട് വീണിട്ട് അപ്പനെ ഇടയ്ക്കിടയ്ക്ക് വീഴുന്ന പതിവാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തായാലും ശ്രീ ബോധം കെട്ട് വീഴുമെന്ന് പറഞ്ഞിട്ട് ശ്രീ എന്നെ എന്തായാലും ഈ ഒരു സിറ്റുവേഷനിൽ വിളിക്കില്ല. വീട്ടിൽ പോകണല്ലോ, എനിക്ക് അപ്പനെ കാണണമല്ലോ. പിന്നെ അപ്പൊ മാമൻ 28 മരിക്കുന്നു, 29 എടുക്കുന്നത്. അപ്പൊ എനിക്ക് വീട്ടിൽ പോകാൻ പെർമിഷൻ ഇല്ല. 29 മാമൻ വന്ന് കണ്ടിട്ട് പോകാനുള്ള പെർമിഷൻ ഉണ്ട്. ഒരു 1.25 വർഷത്തിന് ശേഷം ഞാൻ വീട്ടിൽ പോകുന്നത് അപ്പനെ കാണാനാണ്. അപ്പൊ ശാന്തികാപാടത്തിലാണ് കൊണ്ടുപോയി അപ്പൊ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം പോയ സമയത്ത് അമ്മയ്ക്ക് ഷുഗറൊക്കെ കുറഞ്ഞു പോയി. അമ്മ പിച്ചും ബിയൊക്കെ പറയുന്ന അവസ്ഥ. അപ്പൊ നമുക്കത് ഭയങ്കര ടെൻഷനായി. ഒരു ചടങ്ങുകൾക്ക് വന്നിട്ടില്ല. നമുക്ക് മരണാനന്തരം നമ്മൾ ചെയ്യുന്ന ചടങ്ങ് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം എനിക്ക് ആ സമയം 8 months നമ്മൾ 7 months വരെയുള്ള അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. 5 വെളുപ്പിന് ഞാൻ എന്റെ അപ്പൂപ്പനെ പ്രസവിക്കുന്നത്. അപ്പൂപ്പൻ പോയതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. അപ്പൂപ്പനെ നമ്മൾ ആരും മുഷിഞ്ഞ് സംസാരിക്കൊന്നുമില്ല. അപ്പൊ ഒരു ബഹുമാനം എല്ലായിടത്തുനിന്നും കിട്ടുമായിരുന്നു. എന്ത് വന്നാലും ഫേസ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അത്രയും ബുദ്ധിമുട്ടുകളിൽ ഒരുപാട് കടത്തിലൊക്കെ കൂടെ കടന്നുപോയ സിറ്റുവേഷൻസ് അപ്പൊ അത് ഹാൻഡിൽ ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് വന്നാലും കുറേ നാൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറെ നാൾ ഏകദേശം 1 വർഷത്തോളം അപ്പൻ എവിടെയോ പോയിക്കാണ്. അപ്പന് തുണിസഞ്ചിയുണ്ട്, അത് തൂക്കിയാണ് പോകും പൊക്കൊണ്ടൊക്കെ ഇരുന്നത് എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ. പയ്യണ്ടായതിനു ശേഷം അങ്ങനെ ഒറ്റയ്ക്ക് നമ്മളൊന്നും വിടാറില്ല. അതിന് മുന്നേക്ക് അപ്പം സ്ഥിരം ഉണ്ടായിരുന്ന സ്വപ്നം അപ്പൻ പോയി, എവിടെ യാത്ര പോയി. അപ്പൻ തിരിച്ചു വന്നു. സഞ്ചിക്കായിട്ട് തിരിച്ചു വരുന്നതാണ് ഞാൻ മിക്ക ടൈമിലും കാണുന്ന സ്വപ്നം. ഇന്നത്തെ ഒരു ഓർമ്മ ദിവസം അപ്പനെ പറ്റി സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി. ബ്രേക്ക്ഫാസ്റ്റ് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. കടൽ അയച്ചുള്ളൂ, പുട്ടുണ്ടാക്കണം, ചായ ഇടണം, ഈ കറിയൊക്കെ വെക്കണം. ഇത്രയും നേരം എല്ലാം പറഞ്ഞെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിട്ട് ഇന്ന കാര്യങ്ങൾ പറയാൻ അങ്ങനെയല്ല. എന്റെ ഓർമ്മയിൽ വരുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കും.
അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞിലെ മുതലുള്ള കുറച്ച് ഫോട്ടോസ് അപ്പൂപ്പനുമായിട്ടുള്ള മൊമെന്റ്സ് ഞങ്ങൾ ഷെയർ ചെയ്യാണ്. ഒരു ദിവസം പോലും അപ്പൂപ്പനെ ഓർക്കാത്തതായിട്ട് കടന്നു പോകാറില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ